ഫ്രണ്ട്സ്, ജെന്നീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കേക്കാണ്. സിമ്പിളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള കേക്ക്, പ്ലം കേക്കിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അപ്പം എപ്പോഴും പറയുന്നതിനോട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ഞാനതിൽ ഒരു ഓറഞ്ച് എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് ചീകി എടുക്കാനാണ് തുടങ്ങുന്നത്. നമുക്ക് വളരെ കുറച്ച് മതി. പക്ഷെ ഞാൻ ഇത് വെച്ച് ചീകിയിട്ട് എനിക്ക് അധികമൊന്നും കിട്ടിയില്ല. ഇത് നന്നായിട്ട് പഴുത്ത ഒരു ഓറഞ്ചായിരുന്നു. അപ്പം വളരെ കുറച്ച് ഞാൻ അതിൻ്റെ വെള്ളയൊന്നും ചേരാതെ ഞാനൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയും ഇതിനാവശ്യമായിട്ടുള്ള ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ഓറഞ്ച് പൊളിച്ച് അതിൻ്റെ അല്ലിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ മിക്സിക്കകത്ത് അടിച്ച് ജ്യൂസാക്കി എടുക്കാം. പക്ഷേ അതിൻ്റെ കുരുവെല്ലാം കൂടെ ഒന്ന് അരഞ്ഞു പോകുന്നതുകൊണ്ട് കയ്പ്പ് രസമൊക്കെ കൂടാനെ കൊണ്ട് ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഓറഞ്ച് കൈ വെച്ച് ഈ പാത്രത്തിൽ വെച്ച് പിഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീര് ഞാൻ എടുക്കുന്നത് ഒരു 4 ഓറഞ്ചിൻ്റെയാണ് നീര് ഞാൻ എടുക്കുന്നത്. ആ 4 കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ച് അതിൻ്റെ നീരെല്ലാം എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഞാൻ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് നീര് എല്ലാം ഇവിടെ ഞാൻ ബാക്കിയുടെ എല്ലാം മൊത്തം ഒന്ന് ഉടച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഓറഞ്ചിൻ്റെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ചെറിയൊരു ഓറഞ്ച് പൊളിച്ചിട്ട് അതിൻ്റെ തൊലിയും നാരും എല്ലാം കളഞ്ഞും വെച്ച് അതിൻ്റെ അല്ലി മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ സെറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ എടുക്കാം. മൈദ ഞാൻ 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ഈ അരിപ്പയിലിട്ടൊരു 3 വട്ടം നമുക്കൊന്ന് അരിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ആദ്യത്തെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനൊരു 3 വട്ടമായിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പൊടിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബീറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മിക്സഡ് ജാറായാലും മതി. ഞാനിവിടെ ബീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തൊന്ന് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുത്ത പഞ്ചസാര മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാത്ത ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിനുശേഷം അത് ഈ ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നിച്ചിട്ടാൽ കട്ട പിടിച്ചൊക്കെ പോകാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. അതിനാണ് കുറേശ്ശെയായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയും ഈ മുട്ടയുമായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അതും ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്ത് ഇവിടെ ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇട്ടുമിച്ച് നമുക്ക് ബീറ്ററില്ലാതെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ തടിയുടെ തവി ആയാലും മതി. അത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതും ഒരു 3 വട്ടമായിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ പൊടിയും ഈ മിക്സിലൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആദ്യമേ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഒന്ന് ഇച്ചിരി മുറുകിയതായ കാരണം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ അല്ലിയും തൊലിയും കൂടെ ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂണോട് ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതാണ് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് എടുക്കാനുള്ള ട്രേ എടുക്കാം. ഞാനിങ്ങനെ ഉള്ള ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 4 സൈഡിലും ഞാൻ ബട്ടറൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കേക്ക് ഇളക്കി എടുക്കാനെ കൊണ്ട് എളുപ്പമായിരിക്കും ബട്ടർ പേപ്പർ 4 സൈഡിലും വെച്ച് കൊടുക്കാനെ കൊണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ ട്രേയുടെ ഒരു 3/4 ഭാഗമേ വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി അതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് സാധാരണ പോലെ ഒരു ചരുവം വെച്ച് അതിൽ വെച്ചാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഇതിന് തടുക്കാൻ വേണ്ടി വെക്കാം. അത് കുത്തി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതിനകത്തിൽ എല്ലാം ക്ലിയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടൂപ്പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുക്കാൻ വേണ്ടി നമുക്ക് വെക്കുവാണ്. അപ്പം ഇനി അടുത്തത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് കുറച്ചുണ്ടല്ലോ, ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇത് ലാസ്റ്റിൽ നമ്മൾ ആ കേക്കിനകത്തിൽ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഇനിയും നമ്മൾ മോൾഡിനകത്ത് നിന്ന് കേക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഓറഞ്ച് കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഞാനിതൊരു ബേക്ക് ചെയ്തപ്പോൾ ഒരു 45 മിനിറ്റ് എനിക്കായിട്ടുണ്ടായിരുന്നു. ആ പേപ്പറെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഇത് അതേപടി തന്നെ ആ മോൾഡിലോട്ട് തന്നെ ഇറക്കി വെക്കുവാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. നമ്മൾ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ജ്യൂസ് എല്ലാം ഇതിലേക്ക് താഴെ ഒബ്സർവ് ആകാൻ വേണ്ടിയാണ് ഒന്ന് കുത്തിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ തിളപ്പിച്ച് അരച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മുടെ പാത്രത്തിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി ഒരു അരമണിക്കൂർ കഴിയുമ്പം ഇത് മൊത്തം ആ ജ്യൂസ് മൊത്തം ആ കേക്കിൽ ഒബ്സർവ് ആവും. അതിനുശേഷം ബാക്കിയുടെ ഒഴിച്ച് നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കാം. അപ്പോൾ ആ ജ്യൂസ് മൊത്തം ആ കേക്കിൽ പിടിച്ചിട്ട് നല്ലൊരു ജ്യൂസി ആവും അകത്ത്. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുറം നന്നായിട്ട് മൊരിഞ്ഞും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ്. ആ ഓറഞ്ചിൻ്റെ ഫ്ലേവറൂടെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.